ഹലോ, ഞാൻ ഇമ്പോർട്ടൻറ്റ് പരിപാടി എന്ന് പറഞ്ഞ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ. ഞങ്ങളുടെ മൂന്നാമത്തെ പരിപാടി, അത് ഞങ്ങളുടെ റീയൂണിയൻ ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പി ആയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലാണ് കേട്ടോ. എൻ്റെ എല്ലാ ഫ്രണ്ട്സും നമ്മളെല്ലാം ഒരേ ഒരു വൈബുള്ള ഒരേ തരത്തിൽ ചിന്തിക്കുന്ന കുറച്ച് പേരായിരുന്നു അന്ന് കിട്ടിയത്. പിന്നെ ഇതിനൊക്കെ കാരണം ഞങ്ങളുടെ കപ്പിത്താനായ, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാമായ, ഞങ്ങളുടെ ഗുരുവായ ഞങ്ങളുടെ അജിത് സാറായിരുന്നു കേട്ടോ. സാറില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് ഇപ്പോഴും നല്ലോണം ഉണ്ട്. ഇന്ന് ഓരോരുത്തരും ഈ കാര്യം പറയുമ്പോഴും ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. സാറുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആളായിരുന്നു സാറ്. അപ്പം അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു വിഷമം. ബാക്കി എല്ലാവരുടെയും അച്ചീവ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ സാറത് കേൾക്കാനില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം ഞങ്ങൾക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാവരും ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗൺസും എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ. ഇത്രയും വർഷം കഴിഞ്ഞ് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ കണ്ട് പിരിയത്തേ ഉള്ളായിരിക്കുന്നു. പക്ഷേ ഇമോഷൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ഇത്രയും പേരുണ്ടെന്നുള്ളത് നമ്മൾ ആ ഒരു മൊമെൻറ്റിലാണ് തിരിച്ചറിയുന്നത്. എല്ലാവരുടെ ലൈഫിലും അപ്സും ഡൗണും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളവിടെ ഷെയർ ചെയ്യുമ്പോഴും എടി പോട്ടടി സാരമില്ലടി നമുക്കിതൊക്കെ നോക്കാം എന്ന് പറയാൻ ഒരു കൂട്ടുകാരല്ല, അവിടെ ഉള്ളവരെല്ലാവരും അത് പറഞ്ഞു. ഉച്ചയ്ക്ക് ഞങ്ങൾ മീൽസാണ് കഴിച്ചത്. ചോറ്, സാമ്പാർ, അവിയൽ, ചിക്കൻ, ബീഫ്, നല്ല അടിപൊളി മീൽസായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എല്ലാ തിരക്കും മാറ്റി വെച്ച് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് വന്നവരോടാണ് കേട്ടോ. പ്രത്യേകിച്ച് ശ്രീയോട്. 50 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് അവൾ വന്നത്. പണ്ട് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് എല്ലാവർക്കും പല പല തിരക്കുകളും കാര്യങ്ങളും. ആ തിരക്കുകളും കാര്യങ്ങളും ഒഴിച്ചു വെച്ച് വരാനും പറ്റിയവരെല്ലാം വന്നു. പക്ഷേ ചിലർക്ക് അസൗകര്യം കൊണ്ട് വരാൻ പറ്റിയില്ല. അതും ഒരു വിഷമമായിരുന്നു. അവരും കൂടെ വന്നിരുന്നെങ്കിൽ ഈ ദിവസത്തിന് ഇരട്ടി മധുരം ഉണ്ടായിരുന്നേനെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഇമോഷൻസും അത്രയും വർഷം നടന്ന കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു. അപ്പം പുറമേ കാണുന്നതല്ല ഉള്ളിലുള്ളതെന്ന് അപ്പം തിരിച്ചറിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ പിരിയാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ലായിരുന്നു. അത്രമാത്രം വിശേഷങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറയാൻ. അത്രയധികം വിശേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. 3 വർഷം ഡെയിലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ വില മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറം കാണുമ്പോഴാണ് ഇതിന് ഇത്രമാത്രം വിലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വരാൻ പറ്റാത്തവരെ അജിത് സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.